എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കുറേ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം അതൊരു ക്രൈമാണോ അല്ലെങ്കിൽ പണിഷബിൾ ആയിട്ടുള്ളൊരു ഒഫൻസ് ആണോ അത്? ഇപ്പം എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് പരാതിപ്പെടാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പരാതിപ്പെടണമെങ്കിൽ നമുക്ക് ഡിവോഴ്സിനൊരു ഗ്രൗണ്ടാണ്. അതൊരു ഒഫൻസായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അത് ഒരു ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഡിവോഴ്സിന് വേണ്ടി ഉപയോഗിക്കാം. ഡിവോഴ്സിനുള്ളൊരു ഗ്രൗണ്ടാണത്. അതായത് നമുക്ക് ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും റീസൺ വേണം. അതിലൊരു പ്രധാനപ്പെട്ട റീസണാണ് ഈ പറഞ്ഞ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ ഇതുപോലെ ഡൊമസ്റ്റിക് വയലൻസ്, ക്രൂവൽറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഡിവോഴ്സ് ലഭിക്കുക. അങ്ങനെ ആ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് ഈ പറഞ്ഞ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. നിയമപരമായിട്ട് അതിനൊരു പ്രശ്നവും ഇല്ല എന്നാണോ? നിയമപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരാൾ പോവാന്ന് പറഞ്ഞാൽ അത് ഒരാൾ പോയി എന്നുള്ളതിന്റെ പേരിൽ അയാളെ പ്രത്യേകിച്ച് ശിക്ഷിക്കാനൊന്നും പറ്റില്ല. അതിന്റെ പേരിൽ നമുക്ക് കേസ് ഒന്നും എടുക്കാനും അങ്ങനത്തെ നിയമപരമായിട്ട് അത് ഒഫൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്താലും അതിന് വാലിഡിറ്റി ഇല്ല. രണ്ടുപേര് പ്രായപൂർത്തിയായ ആൾക്കാർ മ്യൂച്വലി കൺസെന്റോട് കൂടി അവരിതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ശിക്ഷിക്കാനായിട്ട് നിയമങ്ങളൊന്നുമില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നിയമത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ.